നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും അറിയാൻ ആകാംക്ഷയുണ്ടാകും ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന്. തിരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി വന്നതാണ്. ഇപ്പോൾ ഇതാ 8-ാം തീയതി എത്തിയിരിക്കുന്നു. ഇതുവരെയും മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 3 പേരാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിച്ച രംഗത്തുള്ളത്. RC, VD, അതുപോലെ തന്നെ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും. ആരാകും മുഖ്യമന്ത്രി എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതിനിടയിൽ ചില സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുകയാണ്. അധികാരത്തിൽ തിരിച്ചെത്തിയ UDF-നെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികളും നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മുന്നിലാണ് ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നടിച്ചത്. സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം AICC നിരീക്ഷകരെ അറിയിച്ചത്. അതായത് VD സതീശന് അനുകൂലമായ ഒരു തീരുമാനം. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന ആവശ്യവും PJ ജോസഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. MLA തന്നെ മുഖ്യമന്ത്രി ആകണം, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം. അതായത് ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ MP ആയിരിക്കുന്നിടത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അടുത്ത MPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടതെന്നാണ് PJ ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള KC വേണുഗോപാൽ പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാടുണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം അവകാശവാദങ്ങളുമായി KC, VD, RC പക്ഷങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യം തീരുമാനിക്കാൻ AICC നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നുണ്ട്. പോര് മുറുകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ എങ്ങുമെത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയാണ്. MLA-മാരുടെ പിന്തുണ കൂടുതൽ KC പക്ഷത്തിനാണ് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടപ്പോൾ KC പക്ഷത്തിന്റെ കണക്കുകളെല്ലാം തെറ്റിയെന്നാണ് VD പക്ഷവും RC പക്ഷവും പറയുന്നത്. KCക്ക് കൂട്ടമായി പിന്തുണ നൽകിയിരുന്ന MLA-മാർ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കണക്കെടുപ്പിൽ അഭിപ്രായം മാറ്റിയെന്നാണ് ഇരുപക്ഷവും സ്വീകരിച്ചിരിക്കുന്ന വാദം. 40-ലധികം പേരുടെ പിന്തുണ എന്ന KC പക്ഷത്തിന്റെ കണക്ക് തെറ്റാണെന്ന് VD, RC പക്ഷങ്ങൾ വ്യക്തമാക്കി. 30 മുതൽ 35 വരെ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണെന്നാണ് VD പക്ഷത്തിന്റെ അവകാശവാദം. 23 പേരുടെ പിന്തുണ എന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ അവകാശവാദം. MLA-മാരുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ പ്രധാനമെന്ന് നിരീക്ഷകർ വ്യക്തമാക്കിയെങ്കിലും ഘടകകക്ഷികൾ VD സതീശനായി രംഗത്ത് വന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഘടകകക്ഷികളുമായി നടത്തിയത് ഔപചാരിക കൂടിക്കാഴ്ചയാണെന്നും MLA-മാരുടെ അഭിപ്രായമാണ് പ്രധാനമെന്നുമാണ് മുകുൾ വാസ്നിക് അടക്കമുള്ളവർ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇനി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, വലിയൊരു കുരുക്കായി കോൺഗ്രസിന് ഇത് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ പാർട്ടിയെ അലട്ടുന്നത്. കാരണം ഇത്തരത്തിൽ പിടിവാശിയിൽ 3 പേരും ഒറ്റക്കെട്ടായി നിന്നിട്ട് 2 പേരാണെങ്കിൽ പിന്നും ഇതിപ്പോൾ 3 പേരും 3 വശത്ത് നിന്ന് പിടിമുറുക്കുകയാണ്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നേതൃത്വത്തിനെ സംബന്ധിച്ച് ആരെയാക്കും മുഖ്യമന്ത്രി എന്നതാണ് ചോദ്യം. എന്തായാലും MLA-മാരുടെ പിന്തുണ KCക്കാണെന്നും ഘടകകക്ഷികളുടെ പിന്തുണ VDക്കാണെന്നും ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറുന്നതോടെ ദില്ലിയിലാകും ഇനി തന്ത്രങ്ങളും തീരുമാനങ്ങളും ഒരുങ്ങുക. അതിനുശേഷം ദില്ലിയിൽ നിന്ന് തന്നെ ആ ഒരു വാർത്ത വരും, ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. അതേസമയം മാത്യു കുഴൽനാടനെ വിമർശിച്ച് ഇരിക്കൂറിൽ യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ് ബോർഡ്. കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട എന്ന വാചകങ്ങളോടെയാണ് ബോർഡ് ഫ്ലെക്സുകൾ ഉയർന്നത്. VD സതീശന് അഭിവാദ്യങ്ങൾ നേരുന്ന വാചകങ്ങളും ഫ്ലെക്സ് ബോർഡിലുണ്ട്. മുഖ്യമന്ത്രിയായി VD സതീശനെ പിന്തുണച്ചുകൊണ്ട് പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ബോർഡിലെ വാചകങ്ങൾ. യൂത്ത് ലീഗ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും തിരിച്ചും അങ്ങനെയാകണമെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എപ്പോഴൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസ് ഒപ്പമുണ്ടായിരുന്നു. പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടന് ഭീഷണി, അതായത് നിന്റെ കുഴലൂത്ത് ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് ലീഗിന്റെ ഭീഷണി. അതേസമയം ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. KCയുടെ ഫ്ലെക്സിന് മേലെ കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ് പ്രവർത്തകർ. ആരാണെന്ന് അറിയില്ലെങ്കിലും KCയുടെ ഫ്ലെക്സിന് മേലെ കരിയോയിൽ ഒഴിച്ച ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നിർണായകമായ യോഗമായിരുന്നു KPCC-യിൽ ഉണ്ടായത്. ആ ഒരു കഴിഞ്ഞ ദിവസം KPCC-യിൽ ഉണ്ടായ നേതാക്കൾ എല്ലാവരും ഒഴുകിയെത്തുകയുണ്ടായി. ആ ഒരു കാഴ്ചകളിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്.
അവരെ യുക്തമായ തീരുമാനമെടുക്കും. രഹസ്യമായിട്ടാണ് ഓരോരുത്തർ അറിയിക്കുന്നത്. Whatever decision I have to set my leadership. My leadership will take the decision at the right time. One-to-one discussion also is happening. സന്തോഷകരമായി പുരോഗമിച്ചു. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല, ഞങ്ങളോട് പറയേണ്ട കാര്യം. നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല, ജനങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ കോൺഗ്രസ് അധികാരത്വം? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിധി അവർ രേഖപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇനി പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പാർട്ടി പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നടന്നു വരിക. ഇതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യം, മാധ്യമങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനഹിതം കോൺഗ്രസ് UDF ഗവൺമെന്റ് വരികയാണുള്ള ജനഹിതമാണ്. ആ ജനഹിതമാണ് നടന്നിട്ടുള്ളത്. ആ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോസസ് നടന്നു വരും. ആ പ്രോസസ് എടുത്തിട്ട് പാർട്ടി ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാം. അല്ല, അതിന്റെ ടൈം ലൈൻ നമ്മൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ? അല്ല, അതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോ ഇതെല്ലാം പാർട്ടിയുടെ ഉള്ളിൽ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അച്ചടക്കം പ്രോഗ്രാമാണ്. ഒരു കാരണവശാൽ നിങ്ങളോട് ആ കാര്യങ്ങൾ പറയാൻ പറ്റും. കൂട്ടത്തിലുള്ള MLA-മാരിൽ മുഖ്യമന്ത്രി ഉണ്ടാവും. MLA-മാരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. മാറ്റി പിടിച്ചോളാം. ബൈക്കടിയോ താത്തുടിക്കോ? എന്റെ ഫ്രണ്ടിൽ പൊക്കുന്ന ആണാണ് സന്തോഷം. താത്ത് പറയാനുള്ളത് എല്ലാം ശുഭമായി തരും, എല്ലാം ശുഭമായി തരും. എന്നേക്കും